അപ്പൊ സൺഡേ സ്പെഷ്യൽ എന്താ മണി? സൺഡേയുടെ സ്പെഷ്യൽ എന്തുവാ? ബട്ടർ ചിക്കൻ. സൺഡേ സ്പെഷ്യൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സാധനങ്ങളൊക്കെ പെറുക്കി ഇപ്പം എന്താ ചെയ്യണ്ടേ? ഉള്ളി പൊളിച്ചോണ്ടിരിക്കുന്നത്, വെളുത്തുള്ളി. ഇപ്പം രാവിലെ പോയിട്ട് 10,000 രൂപ ചിലവായി. സാധനം കുറേ മേടിച്ച്. ഒരു ബട്ടർ ചിക്കൻ കടയിൽ നിന്ന് മേടിച്ചിരുന്നെങ്കിൽ ഇത്രയും പൈസ ആകത്തില്ലായിരുന്നു. അല്ലെ 2 ബിരിയാണി മേടിച്ചാലും മതിയായിരുന്നു. കാണിച്ചു തരാം. ക്യാപ്സിക്കം, തക്കാളി, സബോള, ഇത് ഇത്രയും പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ച്. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അരിയും പപ്പടവും. അരി ഇവിടെ ഉണ്ടെന്നും പറഞ്ഞായിരുന്നു, പക്ഷേ അതും തേഞ്ഞു, അരി ഇല്ലായിരുന്നു. അപ്പോൾ അരിയും പപ്പടവും അതും മേടിച്ച്. ഒരു തൈര്, മറ്റേ കസ്തൂരി മേത്തി, ഇത് അണ്ടിപ്പരിപ്പ്, ഇത് മറ്റേ കളറ്, ഇനി ഉണ്ടോ? തൈര്, ഇത്രയായി. ഇത് നമ്മുടെ ചിക്കൻ എന്ത് ചെയ്യും? അത് ഇവിടെ ഉണ്ട് ചിക്കൻ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ. പിന്നെ ഇത് ഉള്ളി പൊളിച്ച് കഴിഞ്ഞ് വെളുത്തുള്ളിക്ക് ഇത്രയും വെളുത്തുള്ളി മതിയാവും. പിന്നെന്താ അടുത്തത്? ഇഞ്ചിയാണ്. മസാലപ്പൊടിയൊക്കെ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്, പൊടിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇഞ്ചി, അതെന്ത് സംഭവം? ഫ്രൈഡ് റൈസ്. അപ്പോൾ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനുമാണ് കോമ്പിനേഷൻ്റെ പോക്കേ. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യല് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും. ഇന്ന് പൊളിക്ക്. അതായാലും ഞാൻ സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നവരെ നോക്കട്ടെ. അതായത് ഞങ്ങൾക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ വീഡിയോ എടുക്കാം. പൊളിക്കുക. മസാല പൊടിക്കാൻ അടിപൊളി, നല്ല സ്മെല്ല്. കൊള്ളാം. പിന്നെ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്, ഒരു മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ട്. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്, ബട്ടർ വേണ്ടേ? ബട്ടറായിരുന്നു മെയിൻ. ബട്ടർ മിൽമ ബട്ടർ 100 ഗ്രാം. ആകെ 100 ഗ്രാം വേണ്ടി. ഈ പണ്ടരത്തിനൊക്കെ വില ഭയങ്കരമാണ്. എത്ര രൂപയാണ്? 100 രൂപ കണ്ടാന്ന് തോന്നുന്നു. 66 രൂപ. കടക്കാരൻ പറ്റിക്ക. അങ്ങനെ ഈ ചിക്കൻ ബട്ടർ, ഇപ്പോൾ ബട്ടർ ചിക്കൻ അത് കൊള്ളാം. ഇതെന്തുവാ? ഇഞ്ചിയും വെളുത്തുള്ളിയും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മെയ്ഡ് ഇൻ ഹോം മെയ്ഡ്. മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, അതെന്തുവാ? നാരങ്ങ. നാരങ്ങ കൂടെ മിക്സ് ചെയ്താണ് പിഴിഞ്ഞൊഴിക്കാൻ പോകുന്നത്. മിക്സിങ് വിത്ത് നാരങ്ങ ഒളിക്കുന്നു. പ്ലീസ് നോട്ട്, അതായത് നാരങ്ങ പിഴിയുമ്പോൾ കുരുവെടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കഴിക്കും. ഇനി എന്താ? ചിക്കനിട്ട് മിക്സ് ചെയ്യുമോ? അതാ തൈര്. നല്ല കട്ട തൈരാണ്, മിൽമയുടെ തൈര്. ഇനി എന്ത് ചെയ്യും? പെരിഞ്ജീരകപ്പൊടി. നല്ല മണമുണ്ടല്ലോ. മണത്തേക്ക് ചിക്കൻ ആ കാലം എനിക്കുള്ളതാണ്.
മിക്സ് ചെയ്യണം. ചിക്കൻ്റെ കാര്യം മസാല പിടിപ്പിക്കാം. ഓ കാണാൻ തന്നെ അടിപൊളി. പിന്നെ ബട്ടർ ചിക്കൻ വിജയിക്കുവാണെങ്കിൽ നമ്മൾ വൈകിട്ട് ചെത്തിക്കടപ്പുറത്ത് പോകും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും. എന്താണ് പണി? മാരിനേഷൻ കഴിഞ്ഞ് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര മണിക്കൂർ വെക്കണം? വിശപ്പിന്റെ വീട് വരുന്നതിന് മുമ്പ് ഉണ്ടാക്കണം. എന്നാ ഞാനേ റെസ്റ്റ് എടുത്തിട്ട് വരാം. ഇത് നമ്മുടെ അരിയിനി സെറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നീളമുള്ള സൂപ്പർ അരി ഇങ്ങനെ പിടിക്കാൻ എന്ത് രസമെന്നറിയാമോ? അങ്ങനെ അരിയായി. കലം വെച്ച് കലത്തിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? എന്തൊക്കെയാണത്? എന്തോ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ബാലൻസ് വെള്ളം ഒഴിച്ച്. ഇന്ന് ഉച്ചക്ക് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും. അപ്പൊ ഇത് സൺഡേ സ്പെഷ്യലാണ്. ബട്ടർ മെൽറ്റ് ചെയ്യാനുള്ള പുതിയ ഐഡിയ ആണ് കേട്ടോ. ചട്ടിക്കകത്തിട്ട് തീ വെച്ചാൽ മതി, സംഭവം സെറ്റായി കിട്ടും. അതെന്താ അടുത്ത് എന്ത് ഇടുന്നു? ആ കറുത്ത കറുവപ്പട്ട. ഇത് നമ്മുടെ അരിയിലെ വെള്ളത്തിൽ ഇരുന്ന് കുതിർന്നത് ഈ കോലത്തിലൊക്കെ ആയിട്ടുണ്ട്. ഓ നമ്മുടെ സബോള ഇരിഞ്ഞത്, പച്ചമുളക്. ഈ പച്ചമുളകിന് പച്ചമുളകെന്ന് തന്നെ പറയണം. എന്നാ അതാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ സബോള, തക്കാളി, സാധനം മറിക്കും, സോറി. കൊള്ളാം. ഇതെടുക്കാനായിട്ട് നല്ലൊരു ക്ലിയർ ഉണ്ട്, രസമുണ്ട് കാണാൻ. കളർ കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു മെയിൻ. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് സഹായിച്ചത് ഞാൻ തന്നെയാണ്. ക്രെഡിറ്റ് ടു മിസ്റ്റർ സലീഷ്. നമ്മുടെ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജസ്കീറത്തിന്റെ സഹോദരിമാരായ ഹർലിനെയും ജസ്ലിനെയും MLA സുപ്പീന്ദറും അയാളുടെ കുടുംബത്തിലെ 12 പേരും ചേർന്ന് ബ്രൂട്ടലി ഗ്യാങ് റേപ്പ് ചെയ്തു. ഈ ചിക്കൻ ഫുള്ളൊന്ന് വറുത്ത് സെറ്റാക്കി എടുക്കണം.
18 ചേർന്ന് ദുബായിൽ നിന്ന് പാകിസ്ഥാൻ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഉണ്ടായിച്ചിട്ടില്ല